Good morning, friends. Welcome to today's class. Today we are discussing about the DFT properties, that is circular convolution property. The circular convolution property is an important property in DFT. So it's a sure question for your exam, circular convolution property. Okay. The problem based on this property is also important. So circular convolution property, that is if the DFT of x1 of n is x1 of k, and if the DFT of x2 of n is x2 of k, then this is the circular property, that is x1 of n into x1 of n circular convolution with the x2 of n, whose DFT gives x1 of k into x2 of k. Once more, DFT of x1 of n circular convolution with x2 of n gives x1 of k into x2 of k. But theoretically, നമ്മൾ പറയുകയാണെങ്കിൽ n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈം ഡൊമൈൻ ആണ്, എക്സ് ഓഫ് കെ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഡൊമൈൻ ആണ്. ഓക്കെ, അപ്പോൾ DFT പറയുമ്പോൾ ടൈം ഡൊമൈനിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം DFT യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഈ ടൈം ഡൊമൈനിൽ രണ്ട് സിഗ്നൽസ് x1 of n x2 of n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് സിഗ്നൽസ് ആണ്. ഈ രണ്ട് സിഗ്നൽസ് ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ എന്ത് ചെയ്താൽ മതി, ആ രണ്ടിന്റെയും DFTനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ഇൻ കേസ് ഓഫ് സർക്കുലർ കൺവല്യൂഷൻ. Circular convolution എന്താ പറയുക, convolution, circular convolution in time domain is equal to the multiplication of DFTs or multiplication of signals in frequency domain. അതായത് ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ചെയ്യുന്നത് ഫ്രീക്വൻസി ഡൊമൈനിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഓക്കെ, സോ കൺവല്യൂഷൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്ത് ചെയ്യണം, x1 of n-നെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റാം, x2 of n-നെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റാം, എന്നിട്ട് അപ്പൊ x1 of k x2 of k കിട്ടും. എന്നിട്ട് ആ രണ്ടിനും കൂടി എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സർക്കുലർ കൺവല്യൂഷൻ. ഇനി സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഇനിയെല്ലാം നമുക്ക് സർക്കുലർ ടൈം ഡൊമൈനിൽ തന്നെ കാണണമെങ്കിൽ സർക്കുലർ കൺവല്യൂഷന്റെ ഡെഫിനിഷൻ ആണിത്. ഓക്കെ, y of m is equal to y of m ആണ്. നമുക്ക് ഇതിൽ പഠിക്കാനുള്ള രണ്ട് വേരിയബിൾ ആണ് y of m and y of k. y of m എന്ന് പറയുമ്പോൾ ഈ x1 of n സർക്കുലർ കൺവല്യൂഷൻ വിത്ത് x of n. ഈ സർക്കുലർ കൺവല്യൂഷന്റെ സിമ്പൽ ഇങ്ങനെ ക്രോസ് ഇട്ടിട്ടും വരാം, ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് n ഇട്ടിട്ടും വരാം. ഓക്കെ, n ഇട്ടിട്ടും വരാം. അത് നമ്മൾ ചില പ്രോബ്ലത്തിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് n ഇട്ടിട്ടും കൊടുക്കാം, ക്രോസ് ഇട്ടിട്ടും കൊടുക്കാം, രണ്ടും സെയിം ആണ്. ദാറ്റ് ഇസ് x1 of n സർക്കുലർ കൺവല്യൂഷൻ വിത്ത് x2 of n, ദാറ്റ് ഇസ് ഈക്വൽ ടു y of m, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന്റെ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ സർക്കുലർ കൺവല്യൂഷന്റെ ഇക്വേഷൻ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 x1 of n, ആ ഒരു സിഗ്നൽ അതുപോലെ ചെയ്യാം, then x2 of m minus n വിത്ത് പീരീഡ് n. ഓക്കെ, x2 of m minus n വിത്ത് പീരീഡ് n, അതായത് y of m അല്ലെങ്കിൽ സർക്കുലർ കൺവല്യൂഷൻ ഓഫ് ടു സിഗ്നൽസ് x1 of n into x2 of n എങ്ങനെ കണ്ടുപിടിക്കുക, ഡയറക്റ്റ് ടൈം ഡൊമൈനിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ സിഗ്മ n is equal to 0 to n minus 1 ചെയ്യുക. ഫസ്റ്റ് സിഗ്നൽ x1 of n അങ്ങനെ എടുക്കുക, സെക്കൻഡ് സിഗ്നൽ x2 of n ഒരു ഷിഫ്റ്റ് കൊടുക്കുക, ആൻഡ് ആൾസോ പീരിയോഡിക്, ഒരു പീരീഡും ആഡ് ചെയ്യാം. ഓക്കെ, x2 of m minus n പീരീഡ് n കൊടുക്കാം. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താലും ഈ ഒരു ഫോർമുല കിട്ടുക. ഓക്കെ, സോ സിഗ്മ n is equal to 0 to n minus 1 x1 of n into x2 of m minus n capital N, that is with period n. ഓക്കെ, m minus 1, അതായത് ഒരു ഷിഫ്റ്റ്, ഒരു ടൈം ഷിഫ്റ്റ്, ഒരു m പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ഷിഫ്റ്റ് കൊടുത്തിട്ടാണ് നമുക്ക് സെക്കൻഡ് സിഗ്നൽ എടുക്കുന്നത്. ഫസ്റ്റ് സിഗ്നൽ അങ്ങനെ കൊടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ സെക്കൻഡ് സിഗ്നലിന്റെ ഷിഫ്റ്റ്. ഇതാണ് x1 of n കൺവല്യൂഷൻ x2 of n. ഓക്കെ, ഐ റിപ്പീറ്റ് once more. y of m is equal to, y of m എന്ന് പറഞ്ഞൊരു സിഗ്നൽ ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു x1 of n കൺവല്യൂഷൻ x2 of n. ഓക്കെ, സോ ഈ x1 of n കൺവല്യൂഷൻ x2 of n ന്റെ തിയറട്ടിക്കൽ അതിന്റെ ഇക്വേഷൻ എന്താ വെച്ചാൽ സിഗ്മ n is equal to 0 to n minus 1 x1 of n അതുപോലെ കൊടുക്കുക, പക്ഷെ x2 of n ന്റെ ഒരു ഷിഫ്റ്റ് വിത്ത് പീരീഡ് n, ദാറ്റ് ഈസ് x2 of m minus n into പീരീഡ് n. ഓക്കെ, x2 of m minus n of n. ഓക്കെ, ഒരു പീരീഡ് n. ഇതാണ് കൺവല്യൂഷന്റെ റിസൾട്ട്. ഓക്കെ, കൺവല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ. ഇനി കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് ഈ കൺവല്യൂഷൻ നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ഒക്കെ കൊടുത്ത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു y of m ന്റെ y of k കണ്ടാൽ മതി. y of k കാണുക പറഞ്ഞാല് x of k into
x2 of k, x1 of k into x2 of k കണ്ടാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ convolution in time domains gives multiplication in frequency domain. Simply circular convolution property ആണ്. Convolution in time domain is equal to multiplication in frequency domain. അതാണ് circular convolution property. ഈ convolution property നമ്മൾ പറയുമ്പോൾ ഇതിന്റെ ലീനിയർ കൺവല്യൂഷൻ ഉണ്ട്. ലീനിയർ കൺവല്യൂഷൻ സെയിം തന്നെ, അത് നമുക്ക് കണ്ടിന്യൂസ് സിഗ്നലിനെ യൂസ് ചെയ്യാം. അതായത് കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ, ലീനിയർ കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഡൊമൈനിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിഗ്നൽസ് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ചെയ്യുന്നതിന് ഫ്രീക്വൻസി ഡൊമൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദിസ് ഇസ് ദ ഇക്വേഷൻ, ദിസ് ഇസ് ദ സർക്കുലർ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് കൺവല്യൂഷൻ ഇൻ ദ ടൈം ഡൊമൈൻ ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. ഓക്കെ, then next ഇതിന്റെ പ്രൂഫ് നോക്കാം. ഓക്കെ, പ്രൂഫ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. Then let x1 of k is equal to sigma n equal to 0 to n minus 1 x1 of n e raised to minus j 2 pi by n into nk. That is normal general equation for DFT. Then x2 of k same. പക്ഷെ നമുക്ക് ഇവിടെ y of m കാണണമെങ്കിൽ x1 of k യും x2 of k യും വേണം അല്ലെ. പ്രൂവ് ചെയ്യുമ്പോൾ x1 of k യും x2 of k യും വേണം. y of k is equal to x1 of k x2 of k ആണ്. x1 of n വേണം, x2 of n വേണം ഇതിന്റെ പ്രൂഫിന്. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് x1 of k എന്താ കൊടുക്കുക, x2 of k ക്ക് നമ്മൾ സെയിം വാരിയബിൾ കൊടുക്കണ്ട. n equal to 0 to n minus 1 ആണെങ്കിൽ നമുക്ക് വേറെ വാരിയബിൾ കൊടുക്കാം, വേറെ ഡിഫറെന്റ് സിഗ്നൽ ആണെന്ന് അറിയാൻ. l equal to 0 to n minus 1. അപ്പൊ x2 of n ഉള്ളിടത്തൊക്കെ l കൊടുക്കുക. x2 of l e raised to minus j 2 pi by n into k എന്നുള്ളത് l into k. ഓക്കെ, അപ്പോൾ ഈ അങ്ങനെ രണ്ട് സിഗ്നൽ ഡിഫറെന്റ് ആയിട്ട് രണ്ട് സിഗ്നൽ എടുത്തു. x1 of k എടുത്തു വിത്ത് n equal to 0 to n minus 1, x2 of k എടുത്തു വിത്ത് l equal to 0 to n minus 1. Now consider RHS of equation 1. ഈ ഇക്വേഷന്റെ ഉണ്ടോ, ഈ മെയിൻ ഇക്വേഷന്റെ ഈ RHS നോക്കുക, x1 of k into x2 of k. ഈ RHS നോക്കിയിട്ട് ഇതിൽ നമുക്ക് എന്ത് കിട്ടണം, ഈ കൺവല്യൂഷൻ കിട്ടണം. ഓക്കെ, x1 of k into x2 of k എടുത്തു. സോ x1 of k into x2 of k പറഞ്ഞാൽ എന്താ, y of k ആണ് അല്ലെ. x1 of k into x2 of k is equal to ഇതിന്റെ DFT, y of m ന്റെ DFT ആണ് y of k. y of m എന്ന് പറഞ്ഞാൽ x1 of n കൺവല്യൂഷൻ x2 of n, y of k പറഞ്ഞാൽ x1 of k into x2 of k. ഓക്കെ, സോ x1 of k into x2 of k equal to y of k. ഇനി നമ്മൾ y of k ന്റെ IDFT കാണാം. ഓക്കെ, y of k യൂസ് ചെയ്തിട്ട് IDFT of y of k പറയുമ്പോൾ അതിന് എന്താ കാണാനുള്ളത്, y of m കാണണം. ഓക്കെ, y of m കാണണം. y of m പറഞ്ഞാൽ എന്താ, IDFT of y of k. സിഗ്മ IDFT കാണുമ്പോൾ 1 by n ആണ്. 1 by n സിഗ്മ k equal to 0 to n minus 1 y of k. അത് ഈ y of k ന്റെ IDFT കാണാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ x1 of k x2 of k ചെയ്തു, എന്നിട്ട് y of k is equal to x1 of k into x2 of k എന്ന് പറഞ്ഞു. Then next y of k ന്റെ IDFT കാണണം. IDFT of y of k എന്ന് പറഞ്ഞാൽ y of m ആണ് അല്ലെ. x1 of k ന്റെ IDFT x of n ആണ്, x2 of k ന്റെ IDFT x2 of n ആണ്. അതുപോലെ y of k ന്റെ IDFT y of m ആണ്. സോ y of m ആണ് 1 by n sigma k equal to 0 to n minus 1 y of k e raised to plus ആണ് വരിക, e raised plus j 2 pi by n into k. ഇവിടെ m ആയതുകൊണ്ട് km. ഓക്കെ, then next ഈ y of k ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഈ x1 of k into x2 of k കൊടുക്കാം. ഓക്കെ, then sigma n equal to 0 k equal to 0 to n minus 1 ഈ y of k instead of this y of k we are applying x1 of k into x2 of k. പിന്നെ റിമൈനിങ് ടേംസ് ഒക്കെ സെയിം ആണ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ x1 of k ന്റെയും x2 of k ന്റെയും ഈ ഇക്വേഷൻസ് ഉണ്ടല്ലോ അതിലോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, then next step that is 1 by n കണ്ടോ, സിഗ്മ k equal to 0 to n minus 1 x1 of k ക്ക് പകരം ആ ഇക്വേഷൻ എടുത്തു. ഓക്കെ, x1 of n into e raised minus j 2 pi by n into kn. Then x2 of k ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, l equal to 0 to n minus 1 x2 of l into e raised minus j 2 pi by n into kl into ഈ ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു ടേം e raised to j 2 pi by n into km. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം മനസ്സിലായി വിചാരിക്കുന്നു. ജസ്റ്റ് x1 of k x2 of k വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then next is equal to, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ n ന്റെ ടേം ഉണ്ടല്ലോ, അതായത് 0 to n minus 1 x1 of n ഉം l equal to 0 to n minus 1 x2 of l ഉം ഈ രണ്ട് ടേമും നമ്മൾ ഒരുമിച്ച് എഴുതണം. ഓക്കെ, ഈ രണ്ട് ടേം. Now 1 by n sigma n equal to 0 to n minus 1 x1 of n. Okay, then l equal to 0 to n minus 1 x2 of l. അത് രണ്ടും ഒരുമിച്ച് എഴുതി. പിന്നെ k ന്റെ ടേം മൊത്തം ഒരുമിച്ച് എഴുതി. അപ്പൊ ഈ 1 by n ഇവിടെ വരും, ഈ ഒരു ടേം ഇവിടെ എഴുതി, ഈ ഒരു ടേം ഇവിടെ എഴുതി. നെക്സ്റ്റ് നമുക്ക് സിഗ്മ k equal to 0 to n minus 1 പിന്നെ ഉള്ളതാണ് k equal to 0 to n minus 1. ഇനി എന്താ ഉള്ളത്, ഈ e raised to ന്റെ വാല്യൂസ് മാത്രമേ ഉള്ളൂ. 1
2 3. ഓക്കെ, ഈ 3 e ഉണ്ട്. സോ സിഗ്മ k ഈക്വൽ ടു 0 to n minus 1 e ഇവിടെ നിന്ന് എടുക്കാം, ഈ പ്ലസ് എടുക്കാം, e⁻j2π/n into k. ഇതെല്ലാം സെയിം അല്ലേ? ഓക്കെ, ഇതിനൊക്കെ കോമൺ ആണ് e⁻j2π/n into k. സോ അത് പുറത്തേക്ക് എടുത്തു. സോ e⁻j2π/n into k പുറത്തേക്ക് എടുത്തിട്ട് അപ്പൊ ഇവിടെ എന്തുണ്ടാവും? m ഉണ്ടാവും. m ഇവിടെ ഒരു മൈനസ് n ഉണ്ടാവും, ഇവിടെ അതുപോലെ തന്നെ മൈനസ് l ഉണ്ടാവും. സോ m മൈനസ് l മൈനസ് n. ഈ ടേമിന് ഒരു എല്ലും ഈ ടേമിന് ഒരു എന്നും ഈ ടേമിന് ഒരു എല്ലും ഉണ്ടാവും. ഓക്കെ, സോ ഇതുപോലെ കിട്ടി m മൈനസ് l മൈനസ് n. Now consider the term inside the bracket. ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം മാത്രം നമ്മൾ എടുക്കുക. ഓക്കെ, കൺസിഡർ ചെയ്യാണ്. ഓക്കെ, now സിഗ്മ k equal to 0 to n minus 1 e⁻j2π/n into k m minus l minus n which is equal to, we can write this, ഈ k എന്ന് പറഞ്ഞ ഇതിനെല്ലാത്തിനും കോമൺ അല്ലേ? ഇതിനെ നമ്മൾ റേസ് ടു കെ കൊടുത്തു. റേസ് ടു കെ കൊടുത്താൽ ഇതൊക്കെ ഈ റേസ് ടുന്റെ മുകളിലുള്ളതാണ് അല്ലെ? ഇതൊക്കെ ഈ റേസ് ടുന്റെ മുകളിൽ വരുന്ന ടേം ആണ്. അപ്പൊ ഇതിനൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് റേസ് ടു കെ കൊടുത്തു. ഇങ്ങനെ ചെയ്യാം, കാരണം മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഇത് നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കെ കോമൺ ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് കെനെ റേസ് ടു കൊടുത്തു. ഓക്കെ, ഇതൊരു ഫോമിലോട്ട് മാറ്റാനാണ്. ഓക്കെ, ഈ കെനെ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഇട്ടിട്ട് റേസ് ടു കൊടുത്തു. റേസ് ടു കൊടുത്താലും മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. So which is of the form sigma k equal to 0 to n minus 1 a raised to k. ഒരു ജിപിന്റെ ഫോമിലാണ് a raised to k എന്നുള്ളൊരു ഫോമാണ്. സിഗ്മ k equal to 0 to n minus 1 a raised to k. ഇതിന്റെ ഇക്വേഷൻ ആണ് when a equal to 1 n കിട്ടണം. Okay, it's n. This is the answer of this is n when a equal to 1. The general equation ആണ്. When a not equal to 1, this is equal to 1 minus a raised to n by 1 minus a. Okay, this is that sigma k equal to 0 to n minus 1 a raised to k. ഇത് ഒരു a ആണെങ്കിൽ this is a raised to k. അതിന്റെ ഇക്വേഷൻ when a equal to 1, ഇതേ equal to 1 ആണെങ്കിൽ n ആണ്, ഇത് നോട്ട് ഈക്വൽ ടു 1, രണ്ട് ടേമിൽ വരും, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 1 അല്ലാത്ത ഏത് വാല്യൂ. സോ ഇത് ഈക്വൽ ടു 1 ആണെങ്കിൽ n വരും, ഇത് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു n ആണെങ്കിൽ 1 മൈനസ് a raised to n by 1 minus a. ഓക്കെ, ഇനി രണ്ട് കേസ് ഉണ്ട്. ഈ ഒരു ടേം ഈക്വൽ ടു 1. ഓക്കെ, സോ കേസ് 1 a ഈക്വൽ ടു 1. a ഈക്വൽ ടു 1 വരുന്ന കേസ്, അതായത് സിഗ്മ k ഈക്വൽ ടു 0 to n minus 1 e raised to 2π m minus k by n k. ഇത് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ഒരു ടേം എന്താ? സിഗ്മ a raised to k എന്താ? n ആണ് അല്ലെ? അപ്പോ സിഗ്മ 0 to n minus 1 ഈ a raised to k ഈക്വൽ ടു n വരുന്ന കേസ്, ഈ n വരുന്ന കേസിൽ ഈ ടേം എന്തായിരിക്കണം? a എന്നുള്ള ഈ ടേം 1 ആയിരിക്കണം. ഓക്കെ, ഇൻ ദിസ് കേസ് ഇങ്ങനെ കേസ് കൊടുക്കുമ്പോ ഓക്കെ, a ഈക്വൽ ടു 1 ആണ് കേസ് എന്ന് തീരുമാനിച്ചാല് ഈ a raised to k ഈക്വൽ ടു n കിട്ടി അല്ലെ? ഈ a raised to k ഈക്വൽ ടു n, ദാറ്റ് ഇസ് ദിസ് വാല്യൂ ഈക്വൽ ടു, നമ്മൾ 1 ആണ് സങ്കല്പിച്ചു. ഓക്കെ, ഇത് 1 ആണ് സങ്കല്പിച്ചാൽ ദിസ് വാല്യൂ ഈക്വൽ ടു n കിട്ടി. എന്നിട്ട് ഈ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ y of m ന്റെ ഇക്വേഷൻ 2 സെക്കൻഡ് ഇക്വേഷൻ, ഇതിലോട്ട് n ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് y of m is equal to 1 by n sigma n 1 by n sigma n equal to 0 to n minus 1 x1 of n sigma k l equal to 0 to n minus 1 x2 of l. ഈ ടേമിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? n കൊടുക്കണം. ഓക്കെ, a equal to 1 ആണ് ഇൻറ്റു n കൊടുത്തു. സോ ഈ രണ്ട് n ക്യാൻസൽ ചെയ്തു. സോ y of m is equal to n equal to 0 to n minus 1 x1 of n ഇൻറ്റു sigma l equal to 0 to n minus 1 x2 of l. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി when a equal to 1. അടുത്ത കേസ് നമുക്ക് നോക്കണം. when a not equal to 1 ആണെങ്കിൽ 1 minus a raised to n 1 minus ഈ വാല്യൂ by 1 minus ആ k ഇല്ലാത്ത വാല്യൂ അങ്ങനെ കൊടുക്കാം. So sigma k equal to 0 to minus 1 e raised to 2π by n into m minus n minus k. ഈ ഒരു സംഭവം എന്തായി മാറും? 1 minus ഇതാണ് a raised to k, 1 minus ഈ വാല്യൂ by 1 minus ഈ k ഇല്ലാത്ത വാല്യൂ e raised to 2π n m minus n minus l. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്താ കാണാനുള്ളത് വെച്ചാൽ 1 മൈനസ് ഈ വാല്യൂല് ഈ എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുക e raised to j2π, ഈ m minus n minus l എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, m minus n minus l ആണ് കോൺസ്റ്റന്റ് ആണ്. സോ e raised to j2π into a constant എന്ന് പറഞ്ഞാൽ ഓൾവേസ് 1 അല്ലെ? e raised to j2π എന്ന് പറഞ്ഞ 1 ആണ്. സോ e raised to j2π m minus n minus l equal to 1. സോ 1 minus 1 equal to 0. അപ്പൊ 0 കിട്ടും. അപ്പൊ ഈ ടേം 0 കിട്ടിയാൽ ഇത് 2ലോട്ട് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇൻറ്റു 0 ആണ്. അപ്പൊ y of m മുഴുവനായിട്ട് എന്തായി? 0 ആയി.
അപ്പോൾ നമുക്ക് ഈ 0 a not equal to 1 എന്നുള്ള കേസ് റിമൂവ് ചെയ്യാം. സോ ഇൻ സെക്കൻഡ് കേസ് ദ എൻറ്റയർ ക്വാണ്ടിറ്റി ബിക്കം 0. സോ കൺസിഡർ കേസ് എ only, that is a equal to 1. ഫസ്റ്റ് കേസ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം, ദാറ്റ് ഈസ് a equal to 1. അപ്പോൾ കേസ് 1 നമുക്ക് കൺസിഡർ ചെയ്യാം, a equal to 1. അപ്പോൾ കേസ് 1ൽ a equal to 1 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ട് ഇത്. ഓക്കെ, ഫോർത്ത് ഇക്വേഷൻ. സോ അത് നമ്മൾ ഒന്ന് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് y of m is equal to sigma n equal to 0 to n minus 1 x1 of n into l equal to 0 to n minus 1 x2 of l. And this happens എങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ, ഇത് എല്ലും എന്നും ആണ്, രണ്ട് ലിമിറ്റ് ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഈ എം മൈനസ്, നമുക്ക് ഓൾറെഡി അറിയാം എം മൈനസ് എൻ മൈനസ് എൽ, അതിനെ നമ്മളൊരു കോൺസ്റ്റന്റ് പി എൻ ആയി കൊടുക്കുക ഫോർ മൾട്ടിപ്പിൾ ഓഫ് എൻ. കാരണം ഈ ഒരു സംഭവത്തിന് ഒരു കോൺസ്റ്റന്റ് പി എന്ന് കൊടുക്കാം. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ 0 1 2 3 എക്സെട്ര ഈ ഒരു വാല്യൂവിന് അങ്ങനെ കൊടുക്കാം. സോ y of m ന് n equal to 0 to n minus 1 x1 of n. അപ്പോൾ ഈ എല്ലിന് പകരം നമുക്ക് ഇവിടെ നിന്ന് എന്ത് കൊടുക്കാം, l equal to m minus n minus pn. ഈ ഒരു ഇക്വേഷന് എല്ല് കണ്ടെടുക്കാം. അപ്പൊ ഈ എല്ലിന് പകരം ഇവിടെ എന്ത് കൊടുക്കാം, l equal to m minus n minus pn കൊടുക്കാം. അപ്പോൾ എന്നിന്റെ ടേം ആയതുകൊണ്ട് ഇവിടുത്തെ ലിമിറ്റ് എന്തായി മാറും, n equal to 0 to n minus 1 ആവും. അപ്പൊ ഈ ലിമിറ്റ് ഓക്കെ ആയി അല്ലെ, n equal to 0 to n minus 1 ആയി. പിന്നെ എങ്ങനെ വന്നു, ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ, m minus n minus p എന്ന് പറഞ്ഞാല് വിത്ത് പീരീഡ് n അല്ലേ. ഓക്കെ, ഇവിടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അതായത് എൽ എം മൈനസ് എൻ ആകുമ്പോൾ എൽ ഇക്വൽ ടു 0 വരും, മറ്റേത് n മൈനസ് 1 വരും. അപ്പോൾ എല്ല് വാല്യൂ ചേഞ്ച് ടു n equal to 0 to n minus 1 വരും. ഇത് m minus n minus p എന്ന് പറഞ്ഞാല് m minus n വിത്ത് പീരീഡ് n ആണ്. p into n പറയുമ്പോൾ n-ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ, വിത്ത് പീരീഡ് n ആണ്. ഓക്കെ, that is y of m is equal to n equal to 0 to n minus 1. ഇത് രണ്ടും n equal to 0 to n minus 1 n equal to 0 to n minus 1 ആയതുകൊണ്ട് നമുക്ക് രണ്ട് സമ്മേഷന്റെ ആവശ്യമില്ല, ഒരൊറ്റ സമ്മേഷൻ മതി. സോ ഇത് ഒരൊറ്റ സമ്മേഷനായി മാറും, 0 to n minus 1 x1 of n into x2 of ഈ ഒരു ഇക്വേഷൻ വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് x2 of n പറഞ്ഞാൽ വിത്ത് പീരിയോഡിക് ഇൻ n ആണ് കൊടുക്കുന്നത്. x2 of n m minus n minus p n പറഞ്ഞാൽ എന്താ, n പറഞ്ഞാൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് n ആയതുകൊണ്ട് ഇത് പീരീഡ് വിത്ത് n ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 0 to n minus 1 x1 of n x2 of m minus n n വിത്ത് പീരീഡ് n. ഓക്കെ, m p എന്ന് പറയുമ്പോൾ n-ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ m minus n വിത്ത് പീരീഡ് n കൊടുത്താലും x2 of n കൊടുത്താലും സെയിം ആണ്. നമ്മൾ വേറൊരു പ്രോപ്പർട്ടിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, പീരീഡ് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ഇക്വേഷൻ തന്നെയാണ്, സെയിം സിഗ്നൽ നമുക്ക് കിട്ടുക. എത്ര പീരീഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ ആഡ് ചെയ്താലും, ഒരു പീരീഡ് ആഡ് ചെയ്താലും പിന്നെ സബ്സ്ട്രാക്ട് ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് ഇൻപുട്ട് സിഗ്നൽ തന്നെ കിട്ടും. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ചെയ്താം, x2 of m minus n വിത്ത് പീരീഡ് n. p n ആകുമ്പോൾ n-ന്റെ പീരീഡിന്റെ മൾട്ടിപ്പിൾ ആണ്, വിത്ത് പീരീഡ് n കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ ഓർമ്മ 0 to minus 1 x1 of n into x2 of m minus n എന്ന് പറഞ്ഞാല് x1 of n കൺവല്യൂഷൻ x2 of n ആണ് അല്ലെ. സോ y of m is equal to x1 of n കൺവല്യൂഷൻ x2 of n by definition, hence the proof. ഓക്കെ, ഡെഫിനിഷൻ വെച്ചിട്ട് അതാണ്. അപ്പൊ നമ്മൾ x1 of k into x2 of k അതിൽ നിന്നാണ് തുടങ്ങിയത് അല്ലെ. x1 of m എന്ന് കണ്ടു, ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു, ഇറ്റ് ഈസ് ഈക്വൽ ടു x1 of n കൺവല്യൂഷൻ x2 of n ആണ് y of m എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ, y of k എന്ന് പറയുമ്പോൾ x1 of k into x2 of k ആണ്. സോ y of m is equal to x1 of n convolution x2 of n. This is the proof of circular convolution. Okay, then we can discuss the problems in the next class. Okay, that's all for today's class. Thank you.